ഹലോ, ഗുഡ് ഈവനിങ്. നമ്മളിപ്പോൾ ഗുഡ് ഈവനിങ് അല്ല, ഗുഡ് നൈറ്റ് ഒക്കെ ആകാറായി ഉണ്ടാവും. ഒരു 7-8 മണിക്കായി ഉണ്ടാവും. 7:45. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഹാപ്പി അല്ലേ? ഇന്ന് ലീവല്ലായിരുന്നു എല്ലാവർക്കും. ഇന്ന് നമ്മളെ ഗാന്ധി ജയന്തി ദിനം. നമ്മളെ രാഷ്ട്രപിതാവിന് പ്രണാമം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം, അന്വേഷണം. എല്ലാവരും സുഖമായിട്ടിരിക്കണോ? സന്തോഷമായിട്ടിരിക്കണോ? ഹാപ്പി ആയിട്ടിരിക്കണോ? അയ്യോ, പേടിച്ചോയോ ഞാൻ. നല്ല എനർജിയിലട്ടോ വന്നേ ഞാനിന്ന്. അപ്പോൾ ഞാനിത് മാറ്റണോ വേണ്ട? ഇതിൻ്റെ സൗണ്ട് കുറച്ച് ഒച്ചയിലാണ്. സാരല്ലേ, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പം നമുക്ക് കട്ടാക്കിട്ട്. അപ്പോൾ പിന്നെ എന്തൊക്കെയാ, നമ്മളെ മക്കളൊക്കെ വീട്ടിലെത്തി, വീട്ടിലുള്ളവർ നല്ല ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കണം. നമ്മൾ ഇന്നൊരു ബിരിയാണി ഒക്കെ വെച്ച്, പക്ഷേ എങ്കിലും ബിരിയാണി ഒന്നും തിന്ന ഒരു ഉന്മേഷം ഉണ്ടായിരുന്നില്ല, വേണ്ട തോന്നി. അപ്പോൾ നമ്മൾ ബ്രെഡും ചായയും കഴിച്ചു. ഇപ്പം ഇതാ ഏട്ടൻ്റെ മോൾ എനിക്ക് ചോറും മീൻ പൊരിച്ചതും അതിലെ മുളകിട്ടൊക്കെ തന്നിട്ടോ നമ്മളെ കിങ്ങിണി. അപ്പോൾ നമ്മൾ ലാവിഷായി അതൊക്കെ തിന്നിട്ടു നല്ല എനർജി പവറോട് കൂടി എൻ്റെ കുട്ടികളടുത്ത് കഥ പറയാൻ വന്നതാണ്. കഥ പറയാൻ നല്ല സന്തോഷത്തിലൊന്നും വന്നല്ല, പക്ഷെ നമ്മളെ സന്തോഷമൊന്നും നമ്മളെ കഥയിലേക്ക് ഇനി അങ്ങോട്ട് കുറച്ച് നാളത്തേക്ക് വിട്ടിരിക്കുകയാണ്. എന്നാലും കഥേൻ്റെ നല്ല ഭാഗങ്ങളാണ്, എല്ലാവരും കേൾക്കുമെന്ന ശുഭപ്രതീക്ഷയോടെ നമുക്ക് കഥ പറയാം കേട്ടോ. അപ്പം നമ്മൾ ഹരി ഇന്നലെ തക്കാരൊക്കെ നടത്തി 2 പെഗൊക്കെ അടിച്ച് 2 അച്ഛന്മാരിയ്ക്കുകയാണല്ലോ. അപ്പോൾ അവനും നല്ല സന്തോഷത്തിലിരിക്കുക. അങ്ങനെ ഡാഡി ഇങ്ങനെ വാ തോരാതെ സംസാരിച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹരി, ഞാൻ എൻ്റെ വൈഫിനെ കല്യാണം കഴിച്ച് സ്വയം വരിച്ചതാണ്. ഞാൻ അവളെ കണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട് സ്വയം വരിച്ചതാണ്. അതുപോലെ തന്നെ ഹരിക്ക് ഞാൻ എൻ്റെ മോളെ തരും. നല്ല മൂടായിപ്പോയി. എപ്പോഴും അടിക്കാത്ത ആൾക്കാരല്ല, അപ്പം എപ്പോഴെങ്കിലൊക്കെ അടിക്കുമ്പോൾ നല്ല മൂടായിപ്പോയി. എനിക്ക് 2 പെഗിലും 3 പെഗിലൊക്കെ ഒന്നും പറയണ്ട, നമ്മളെ ഉണ്ടേട്ട അങ്ങനെയാണ്. അപ്പം എന്താ പറഞ്ഞേ, ഹരി അതേമാതിരി എൻ്റെ മോളെ കണ്ട് ഇഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഹരിൻ്റെ അടുത്ത് നിന്ന് പിടിച്ച് പറക്കില്ല. ഹരിക്ക് എന്നെ തരും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മരുമകൻ സ്നേഹമൊക്കെ ഡാഡി പ്രകടിപ്പിച്ച്. ഹരിയാണെന്നുണ്ടെങ്കിൽ ടോപ്പിൽ മാനത്താ നിൽക്കണ. ഡാഡി അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ ഡാഡി പറയണേ, ഹരി എനിക്കറിയോ, ഞാൻ എൻ്റെ മാലിനിനെ കണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്താണ് ഒരു പെണ്ണ് എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്ന തന്നെ ഞാൻ അവളെ കണ്ടിട്ടാണ്. പിന്നെ ഞാൻ അവളെ എൻ്റെ ഇഷ്ടത്തിന്, എൻ്റെ അമ്മ ഇഷ്ടക്കേടൊന്നും പ്രവർത്തിച്ചില്ല. പക്ഷെ എൻ്റെ അമ്മേൻ്റെ ആഗ്രഹങ്ങളൊക്കെ വലുതായിരുന്നു. അതിനൊത്തിട്ടൊന്നല്ല ഞാൻ കല്യാണം കഴിച്ചത്, എൻ്റെ ഇഷ്ടത്തിന്. അപ്പോൾ അമ്മ നടത്തി തന്നു. അമ്മ നല്ല സന്തോഷപൂർവ്വം സ്വീകരിച്ച് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട മരുമകളെ ഇനി കല്യാണം കഴിഞ്ഞതിൻ്റെ എന്നെക്കാൾ കൂടുതലും മരുമകളെ സ്നേഹിച്ച അമ്മായിമ്മയാണ്. അതുകൊണ്ട് തന്നെ മരുമകളെ വേർപാട് അമ്മയ്ക്ക് താങ്ങാൻ പറ്റിയില്ല. എൻ്റെ അമ്മ അങ്ങനെയാണ് മരിച്ചത്, ഹൃദയം പൊട്ടി മരിച്ചു പോയി. അങ്ങനെയൊക്കെ പറഞ്ഞ് ഡാഡി പറഞ്ഞ് എന്താ വെച്ചാൽ ഞങ്ങൾ 3 വർഷമാണെങ്കിൽ സ്വർഗതുല്യമായ ജീവിതമാണ് ഞങ്ങൾ നയിച്ചത്. എനിക്ക് എന്നും എൻ്റെ ജീവിതകാലം മുഴുവൻ ഓർക്കാനുള്ള ഓർമ്മകളും സന്തോഷങ്ങളും തന്നിട്ടാണ് അവൾ പോയത്. എനിക്കിനി ഒന്നും ഈ ജീവിതത്തിൽ ഒരു പെണ്ണിൽ നിന്ന് എന്താണോ ഞാൻ ആഗ്രഹിച്ചത് അതൊക്കെ എൻ്റെ മാലിനി എനിക്ക് തന്നിട്ടാണ് പോയത്. എൻ്റെ ഒരു പൈതലിനെ എനിക്ക് തന്നിട്ടാണ് പോയത്. അങ്ങനെ നല്ല ലാസ്റ്റ് അവൾ വിധി എന്നെ ചോരപ്പുഴയിലേക്ക് അങ്ങോട്ട് തള്ളിയിട്ട് അതിന് ഞാൻ വിമുക്തനല്ല എന്ന് പറഞ്ഞപ്പോൾ ഡാഡിക്ക് ഭയങ്കര ഫീലായിട്ടോ. എൻ്റെ അമ്മയിൽ നിന്ന് വരെ ഞാൻ പറന്നുപോയി, അത്രയും അകലേക്ക് പോയി. എന്ന് വെച്ചാൽ അവൻ പിന്നെ ഇത് ഒക്കെ കൊച്ചിയിലേക്ക് മാറി. അമ്മയിൽ നിന്ന് ഞാൻ പറന്നു ഒറ്റയ്ക്ക് അവളെ കൂടെ ജീവിക്കാനുള്ള മോഹം കൊണ്ട് അങ്ങനെ പറയും, കുറേ കാര്യങ്ങളൊക്കെ പറയാം. നമ്മൾ കേട്ടതാണ്, വായിച്ചതാണ്. ഇനി ഇതിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ പറയും, ഹരി എൻ്റെ ജീവിതം ഇതൊക്കെയാണ്, ഹരി അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പം ഹരിയൊക്കെ അറിയല്ലോ, നമ്മളെ ചെറിയമ്മ പറഞ്ഞിട്ടെല്ലാം അറിയാം. അപ്പോൾ പറയും, ഇനി ഹരീൻ്റെ കഥ എന്തൊക്കെയാണ് പറയ്. ഹരീൻ്റെ കഥ ഹരി കുറച്ച് പറഞ്ഞ്, എന്നാലും പൂർണ്ണമായിട്ട് ഹരി പറയും. പറയും അവൻ പറയുന്നുണ്ട്, ഡാഡി ഞാൻ മഞ്ജുവിൻ്റെ അടുത്ത് പോലും ഞാൻ എൻ്റെ ജീവിതകഥ പറഞ്ഞില്ല, ഞാൻ മഞ്ജുവിൻ്റെ ഡാഡീൻ്റെ അടുത്തെല്ലാം ഞാൻ പറയാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ ഈ 2 അച്ഛന്മാരും ചെവിട് കൂർപ്പിച്ച ആകാംക്ഷയോടെ അവിടെ ചാരിയിരുന്ന് കേൾക്കുകയായിരുന്നു. അപ്പോൾ ഹരി പറയാൻ തുടങ്ങുകയാണ്. ഹരീനെ പ്രസവിച്ചതും അവൻ്റെ അമ്മ മരിച്ചുപോയി.
അവനെ നോക്കാന്നുള്ളതിൽ ഡാഡി പെട്ടെന്നൊരു കല്യാണം കഴിച്ച്. കുഞ്ഞാകുമ്പോൾ തന്നെ മരിച്ചുപോയി. അപ്പോൾ പ്രസവിച്ചതെന്നാണ് ഇതിലെഴുതിയ. അപ്പോൾ അവനെ നോക്കാൻ വേണ്ടിയിട്ട് ഡാഡി ഒരു കല്യാണം കഴിച്ച്, പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ച്. അവൻ 1.5 വയസ്സാകുമ്പോഴത്തേന് അതിലും ഡാഡിക്കൊരു കുഞ്ഞുണ്ടായി, ഒരു മോണ്ടായി. ആ മോൻ ഉണ്ടായതിൻ്റെ ശേഷം ഈ അമ്മയ്ക്ക് ഹരിനെ ഇഷ്ടമല്ല എന്നാണ് ഹരി പറഞ്ഞത്. പിന്നെ എന്നോട് ഇഷ്ടമില്ലാണ്ടായി. പിന്നെ അമ്മയ്ക്ക് അങ്ങനെ അവന് ചിറ്റമ്മ എന്നാണ് വിളിച്ചത് അവൻ. അപ്പോൾ അവനവിടെ ഒരു സ്ഥാനങ്ങളൊന്നുമില്ലാതെയായി. ഒരു കുഞ്ഞിന് വേണ്ട കളിപ്പാട്ടം അങ്ങനെ കണ്ടതൊന്നും കിട്ടാതെയായി. ഒക്കെ അനിയന് ഇവനെന്ത് വാങ്ങിയാലും അത് അനിയന് അങ്ങനെ ആയി. പിന്നെ അവൻ്റെ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാറില്ല. അങ്ങനെ പിന്നെ ഇവൻ്റെ 6ാമത്തെ പിറന്നാളായപ്പോൾ ഡാഡിക്ക് പെട്ടെന്ന് ബർത്ത്ഡേ ആഘോഷിക്കണം എന്ന് പറഞ്ഞ് വന്ന് ഹരീൻ്റെ 6ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കണം എന്ന് പറഞ്ഞാൽ അതിന് ചെറിയമ്മല്ല ചിറ്റമ്മ കുറേ പറഞ്ഞു, എന്തിനാണ് ബർത്ത്ഡേ ഒന്നും ഇപ്പോൾ ആഘോഷിക്കില്ലല്ലോ, ബർത്ത്ഡേ ആഘോഷിക്കേണ്ട, 2ാമത്തെ മോൻ്റെ ഒക്കെ ആഘോഷിക്കുക. അത് കണ്ടാണ് ഹരി വളരുന്നത്. 1-2 അവൻ്റെ കഴിച്ച്. പിന്നെ കുഞ്ഞുണ്ടായതിൻ്റെ ശേഷമാണ് ചിറ്റമ്മയ്ക്ക് ഇഷ്ടമല്ലേ അതായത്. അപ്പോൾ പിന്നെ കഴിക്കേണ്ടെന്ന് കുറേ എതിർത്ത്. പക്ഷെ ഡാഡി സമ്മതിച്ചേ ഇല്ല. ആർഭാടായിട്ട് തന്നെ ഡാഡി ആ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ആ പിറന്നാളിൻ്റെ സമയം അടുത്ത്. അപ്പോൾ ഡാഡീൻ്റെ കുറേ ഫ്രണ്ട്സുകളൊക്കെ വന്ന്, പിന്നെ ആ കൂട്ടത്തിൽ ഒരു അങ്കിള് വന്ന്, അങ്കിളും ആൻറ്റിയും വന്ന്. ആ ആൻറ്റിക്ക് ഒരു കുഞ്ഞു വാവയുണ്ടേന്. പിന്നെ നല്ല ചന്തമുള്ള ആൻറ്റിയും വാവയായിരുന്നു. അങ്ങനെ ഇവൻ ഈ കഥ അങ്ങ് പറയുകയാണ്. അങ്ങനെ ഞാൻ ആൻറ്റീനെ ഇഷ്ടമായി. ആൻറ്റി കുറേ പിന്നെ കുഞ്ഞു കഥകൾ എനിക്ക് പറഞ്ഞു തന്നെ. ഞാൻ ആ ആൻറ്റീൻ്റെ കൂടെ തന്നെയായിരുന്നു, കൂടെ തന്നെ നിന്നു. പിന്നെ ആ അങ്കിൾ എങ്ങോട്ടോ പോയപ്പോൾ ആൻറ്റി ഒറ്റയ്ക്കായി. അപ്പോൾ ആൻറ്റീൻ്റെ കൂടെ തന്നെ നിന്നു. ബർത്ത്ഡേക്കൊക്കെ ഓരോരുത്തർ വന്ന് എനിക്ക് ഗിഫ്റ്റൊക്കെ തന്നാലും ഞാനത് വാങ്ങും. പിന്നെ ഞാൻ ആൻറ്റീൻ്റെ കൂടെ തന്നെ നിന്നു. പെട്ടെന്ന് കറണ്ട് പോയി. അപ്പോൾ കറണ്ട് പോയപ്പോൾ പിന്നെ ആ ആൻറ്റീനെ ആരൊക്കെയോ പിടിച്ച് കൊണ്ടുപോകുന്നതായിരുന്നു എനിക്ക് തോന്നി. ഞാൻ ആ ആൻറ്റീൻ്റെ സാരിത്തല വിട്ടതേയില്ല. ഞാൻ വയ്യോടി അങ്ങനെ കാറിലേക്ക് പിടിച്ചിട്ടപ്പോൾ പിന്നെ ഇവനെ കൊണ്ട് തള്ളി മാറ്റിന്ന്, ഇവൻ വീണ് പോയിന്ന്. അങ്ങനെ ഈ കാറിൻ്റെ വയ്യ കുട്ടി ഓടി. അപ്പോൾ ഇവളെ കഥ മനസ്സിലായോ? അങ്ങനെ ഓടിയപ്പോൾ പിന്നെ ആ കാറ് ഓടിപ്പോയി, ഞങ്ങൾക്ക് കാണണ്ടേ. അങ്ങനെ ഞാൻ ഓടി റോട്ടുമ്മലൂടെ എത്തിയപ്പോഴേക്ക് ആ അങ്കിളിൻ്റെ കാറ് വന്നു. ആ അങ്കിള് എന്നോട് എന്താ കുഞ്ഞ് അവിടെ റോട്ടിൽ നിൽക്കണ വെച്ചപ്പോൾ ആ അങ്കിളാണ്. ഞാൻ അങ്കിളിനോട് പറഞ്ഞ് അങ്കിളിൻ്റെ ആൻറ്റീനെ ആരോ കൊണ്ടുപോയി എന്ന് പറഞ്ഞ ഉടനെ എന്നെ കാറിലിട്ട് കൊണ്ട് ഇവിടെ ബാലശർമ്മ നല്ല കലിപ്പനായി, ഇവിടെ അന്യനായി. അന്യനാവുന്നായി അവനങ്ങനെ രക്തം അങ്ങനെ തളച്ച് മറിയ. ഈ ദുഷ്ടൻ്റെ മോനാണ് നീയില്ലേ എന്നൊക്കെ മനസ്സിലിങ്ങനെ പറയാം. എന്നിട്ട് മുഴുവൻ കേൾക്കട്ടെ. ഇവൻ്റെ ഡാഡി എവിടെ ഉണ്ട്, ഞാൻ അവന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്, അവനെ ഞാൻ വിടൂല എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് ഇങ്ങനെ കേൾക്കുവേ പറയാം. അങ്ങനെ ആ കാറിൽ നിന്ന് എൻ്റെ ഡാഡി ഇറങ്ങി, എല്ലാവരും ഇറങ്ങി കൊടുത്തിൽ എൻ്റെ ഡാഡി ഇറങ്ങി. ആ അങ്കിള് അടിയൊക്കെ ആ അങ്കിള് പിന്നെ എന്താണ് വീണപ്പോൾ എൻ്റെ ഡാഡി ആ അങ്കിളിനെ ഷൂ ഇട്ടിട്ട് ചവിട്ടിക്കൊല്ലണ കണ്ടിട്ട് ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി ഓടിക്ക് പേടിയായിട്ട് ഞാൻ ഇറങ്ങി ഓടി ബസ് നിർത്തിയിട്ടുണ്ടാവും. ആ ബസ്സിൽ കയറി ഇരിക്കുക ബസ്സിൽ കയറിയിരുന്ന് ഈ കുഞ്ഞ് ആ ബസ്സിൽ ഇങ്ങനെ ചുരുണ്ട് കൂടി കിടന്ന് ഉറങ്ങിപ്പോകും. ബസ്സെടുത്ത് അങ്ങനെ ബസ് കുറേ ദൂരം പോയി ഒരു കുഗ്രാമത്തിലെത്തി. ആ ബസ് ലാസ്റ്റ് സ്റ്റോപ്പിലെത്തി. എല്ലാവരും ഇറങ്ങുന്ന ബഹളമൊക്കെ കേട്ടപ്പോൾ ഈ കുട്ടി തട്ടിപ്പടിഞ്ഞ് നീച്ച്. അധികം ആളുകൾ ഉണ്ടാവില്ല, അതായിരിക്കും അവൻ അതിൽ കിടക്കാനൊക്കെ പറ്റി. അവനാരും ശ്രദ്ധിച്ചില്ലല്ലോ. അങ്ങനെ എല്ലാവരും ഇറങ്ങണുണ്ടപ്പോൾ ഞാനും ഇറങ്ങി. ഒരു അമ്പലം ഉണ്ടേനി അതിൻ്റെ അടുത്ത് തന്നെ. അങ്ങനെ ഞാൻ ഈ അമ്പലത്തിൻ്റെ ആൽത്തറ ഉണ്ടായിരുന്നു. ആ ആൽത്തറയിൽ കയറി എനിക്ക് ഉറക്ക് മാറിയില്ല. ഒരു കുഞ്ഞല്ലേ അവൻ, 6 വയസ്സല്ലായുള്ളൂ. അവൻ അവിടെ കിടന്നുറങ്ങിപ്പോയി. പിന്നെ അവൻ ഉണരുന്നത് വലിയൊരു 4 കെട്ടിലാണ്. അവിടെ ഒരു തമ്പുരാനും തമ്പുരാട്ടി മാത്രം, അവർക്ക് കുട്ടികളില്ല. തമ്പുരാൻ അമ്പലത്തിൽ പുലർച്ചെ തൊഴാൻ വന്നപ്പോൾ ഈ കുഞ്ഞവിടെ കിടക്കണ കണ്ടപ്പോൾ
നോക്കിയപ്പോൾ ഒരു കുഞ്ഞ് ചെറിയ കുട്ടി, ആരുമില്ല. എല്ലാവരോടും ചോദിച്ചപ്പോൾ ആർക്കും അറിയില്ല. തമ്പുരാൻ തൊഴുത് ഇങ്ങോട്ട് വരുമ്പോൾ ആ കുട്ടി അവിടെ തന്നെ കിടക്കണം. അപ്പോൾ തമ്പുരാനോട് ആൾക്കാർ പറയും, ആരും അല്ലേ ഈ കുട്ടി ഒറ്റയ്ക്ക് ഇന്നലെ രാത്രി ഇട്ടം കിടക്കണം തോന്നുന്നു. ഇനി ആരെങ്കിലും ഇതിവിടെ വന്ന് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇല്ലത്തേക്ക് വരാൻ പറയുന്നുണ്ട് പറഞ്ഞിട്ട് അവനെ കാറിലിട്ട് കൊണ്ടുപോകും. നല്ല പൈസക്കാരനായ ഒരു തമ്പുരാനാണ് അത്. അങ്ങനെ അവിടുത്തെ തമ്പുരാട്ടിക്കും ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ കുട്ടീനെ തിരഞ്ഞ് ആരും വന്നില്ല. ഇങ്ങനെ കുട്ടി ഉണന്ന് നോക്കുമ്പോൾ ഈ നാലുകെട്ടിൽ ഇമ്പളെ വലിയൊരു ചുറ്റുമുള്ള മണിമാളിക പോലത്തെ വീട്, അമ്പലം പോലത്തെ വീട്. അപ്പം കുട്ടീനോട് ചോദിക്കും കുട്ടിക്ക് ആരൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ചോദിക്കും. അപ്പം കുട്ടിക്ക് പേടിയായി. പിന്നെ ഈ ഡാഡീൻ്റെ അടുത്തേക്കും ചിറ്റമ്മൻ്റെ അടുത്തേക്കും പോകാൻ കുട്ടിക്ക് ഇഷ്ടമില്ല. കുട്ടി പറഞ്ഞ് എനിക്ക് വീടൊന്നും അറിയില്ല. അപ്പോൾ കുട്ടി പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അപ്പോൾ മോൻ്റെ വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ വീട് തേടി പിടിച്ച് കൊണ്ടേയാക്കി തരും എന്ന് പറഞ്ഞത്ര. കുട്ടി പറഞ്ഞാൽ എനിക്ക് പേടിയാണ്, എനിക്ക് അങ്ങോട്ട് പോകണ്ടെന്ന് പറയും. അപ്പോൾ അവർക്ക് സന്തോഷമായിട്ട് അവനെ എടുത്ത് വളർത്തുകയാണ്. അങ്ങനെ അവനെ വളർത്തി അങ്ങനെ അവരുടെ ജീവിതം സ്വർഗമാണ് ആ കുട്ടീനെ കിട്ടിയപ്പോൾ. അപ്പം അവന് അത്രയും കാലം കിട്ടാത്ത സ്നേഹം മുഴുവനും ആ അച്ഛനും അമ്മയും കൊടുത്തിട്ട് അവനെ വളർത്തി പഠിപ്പിച്ച് അപ്പോഴേക്ക് കുറച്ച് പ്രായമായിട്ടാണ് ഇവർക്ക് കുട്ടികളെ കിട്ടണത്. നല്ല പ്രായമായിട്ടാണ് അവർക്ക് കിട്ടണത് തന്നെ. അങ്ങനെ ഇവൻ പഠിച്ച് ഇത്രയൊക്കെ ആകുമ്പോഴത്തേന് തന്നെ ഇവർക്ക് വാർദ്ധക്യം വരെ നന്നായി പിടികൂടി. അങ്ങനെ ബികോം ഫസ്റ്റ് ക്ലാസ്സോട് കൂടി പാസ്സാവുന്ന സമയത്താണ് ഇവൻ്റെ അപ്പാവ എന്നാണ് വിളിക്കുക. അപ്പാക്ക് വയ്യാതെയായി. അങ്ങനെ സുഖമില്ലാണ്ട് കിടപ്പിലായി. അപ്പോൾ പിന്നെ ഡോക്ടർക്ക് വീട്ടിലേക്ക് കൊണ്ടുവരലും അങ്ങനെയൊക്കെയായി. അങ്ങനെയാണ് പിന്നെ പഠിപ്പ് നിർത്തി. പിന്നെ പഠിക്കാൻ പോയില്ല. പിന്നെ സ്വത്ത് മുതലൊക്കെ അവൻ്റെ പേരിലാക്കിയിട്ടുണ്ടാവും കേട്ടോ. അമ്മേൻ്റെ കാലശേഷം മോൻ്റെ പേരിൽ ഹരീൻ്റെ പേരിലേക്ക് എഴുതി വെക്കുകയാണ്. അങ്ങനെ കുറേ പൈസയൊക്കെ അവൻ തന്നെ കൊടുത്തുണ്ടാവും. അപ്പം മോൻ ബിസിനസ് തുടങ്ങണം, വലിയ ആളാകണം, ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കണം. അമ്മയും ഞാൻ എപ്പോഴും ഉണ്ടാവില്ല, അമ്മ ഉണ്ടാവില്ല എന്നൊക്കെ, ആരും ഇല്ലാതെ ആവരുത്, കുടുംബം വേണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണ് അവൻ ഇവിടെ വന്ന് നല്ലൊരു സ്ഥലം നോക്കിയിട്ട് വന്നിട്ട് ഷോപ്പൊക്കെ ഇടണം, സ്വന്തമായിട്ട് ഷോപ്പൊക്കെ ഇട്ട്. ആ ചെറുപ്രായത്തിലേ വന്നിട്ട് അവൻ പിന്നെ അമ്മേൻ്റെ അടുത്ത് അമ്മയ്ക്ക് ആളൊക്കെ നോക്കാനൊക്കെ ഒരു സ്ത്രീനെ ഏൽപ്പിച്ചിട്ടാണ് അവൻ പോയതും. പിന്നെ ആഴ്ചക്ക് 2 പ്രാവശ്യമൊക്കെ അമ്മേൻ്റെ അടുത്ത് പോകും. അങ്ങനെയായി. പിന്നെ അമ്മയ്ക്ക് വയ്യാതെയായി, അമ്മ മരിച്ചു പോവുകയാണെന്നൊക്കെ പറയും. അപ്പാടി എന്നിട്ട് എൻ്റെ ഡാഡീനെ കണ്ടോ നോക്കും ഇയാൾ. എൻ്റെ ഡാഡീനെ പിന്നെ ഞാൻ ഇതേവരെ കണ്ടില്ല, ഞാൻ പോയിട്ടുമില്ല എന്നാണ് പഠനം. അയാൾ പറയും, എടാ ദ്രോഹി, എൻ്റെ മാലുവിനെ കൊന്നവൻ്റെ മോനാണ് ഈയില്ലേ, വിഷവിത്താണ് നീ, നിനക്കെൻ്റെ മോളെ ഞാൻ തരൂല, ഒരിക്കലും തരില്ല. അവനെ ഞാൻ കൊല്ലണം എന്ന് വിചാരിച്ചാൽ നിന്നെ ഞാൻ കൊല്ലുന്നില്ല. എന്തുകൊണ്ട് അറിയാം, എൻ്റെ മോള് നിന്നെ സ്നേഹിച്ചു പോയതിൻ്റെ ഒരു ഇതുകൊണ്ട് മാത്രം, ഒരു കാരുണ്യം കൊണ്ട് മാത്രം ഞാൻ നിന്നെ വെറുതെ വിടുന്നതെന്ന് പറഞ്ഞു. ഇവനങ്ങോട്ട് അയാളെ കാല് കെട്ടിപ്പിടിച്ച് മുട്ടുത്തിങ്ങാണ്ട് കെട്ടിപ്പിടിച്ച് അയാൾ നീച്ചുണ്ടാവും. പിടിച്ചിട്ട് പറയും, ഡാഡി അങ്ങനെ പറയരുത്, ഞാനും ആ അച്ഛനായിട്ട് ഒരു ബന്ധമില്ല, എന്നെ പവിത്രമായ അച്ഛനും അമ്മയും വളർത്തിയത്, ഞാൻ ആ ശീലങ്ങളാണ് പഠിച്ചത്, എനിക്ക് അവരെ ദുശീലങ്ങളൊന്നുമില്ല, ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണ് എന്നൊക്കെ പറയും. നീ ഒന്നും പറയണ്ട അറിയാം. അപ്പം അവൻ കാല് പിടിച്ച് പറയും, എൻ്റെ മഞ്ജുവിൻ എന്നിൽ നിന്ന് അകറ്റരുത് ഡാഡി, എനിക്ക് പിന്നെ ജീവിതം ഇല്ല ഡാഡി എന്ന് പറഞ്ഞ പഠനം കാലുകൊണ്ട് അവനെ തട്ടി തെറിപ്പിച്ചിട്ട് പറയും, എൻ്റെ മോളെ നിഴല് വട്ടത്ത് പോലും നീ വരരുത്, എൻ്റെ മോളെന്താണ് നാൽക്കപ്പട്ടിക്ക് ഇട്ട് കൊടുത്താൽ പോലും ഞാൻ നിനക്ക് തരൂല. അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ അത്ര അവസ്ഥ വന്നാൽ പോലും നിനക്ക് ഞാൻ എൻ്റെ മോളെ തരൂല എന്ന് പറഞ്ഞിട്ട് അയാൾ അവനെ കാലുകൊണ്ട് തട്ടിയിട്ട്, അവൻ കാല് പിടിക്കുമ്പോൾ കാലുകൊണ്ട് തട്ടിയിട്ടാ ഞാൻ എന്തേനി പറയാ, ചെറിയച്ഛൻ്റെ പേരിക്ക് മാധവാന്ന് പറഞ്ഞു കണ്ട് അയാൾ ഇറങ്ങിപ്പോവാണ്. ഇറങ്ങിപ്പോയതും ഹരിൻ്റെ അവസ്ഥ ഭയങ്കരമായിപ്പോയി. ഭയങ്കരം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയായിപ്പോയി. അങ്ങനെ അയാൾ വീട്ടിലേക്ക് പോവാ. അപ്പം നമ്മളെ കഥ ഇന്നിത്ര പോലെ, ഇന്നലെ കുറേ ആയിപ്പോയി കേട്ടോ, ബാക്കി നാളെ പറയാം. നമ്മളൊന്നുകൂടി വായിക്കാൻ പോയത് കേട്ടോ, കുറേ വാക്കുകളൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഞാൻ ഒറ്റ ശ്വാസത്തിലൊക്കെ ഒഴിവാക്കി ചാടി പിടിച്ച് പോകുന്നതാണ്. പോട്ടെ,
എന്നാലും അവൻ പറയും, ഡാഡി ഞാൻ വളർന്നത് ഒരു തമ്പുരാൻ്റെ ചോറ് കഴിച്ചിട്ട്, ആ നല്ല തിരുമനസ്സല്ലാതെ എനിക്ക് വേറൊന്നും കിട്ടിയില്ല, ആ ദുഷ്ട മനസ്സൊന്നും എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ അവൻ പറഞ്ഞു നോക്കുമ്പോഴത്തേനും അവൻ പറയും, ഡാഡി പറയണം നിൻ്റെ വേദാന്തൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവനെ കാലുകൊണ്ട് തട്ടിയിട്ട് ഇറങ്ങി അങ്ങോട്ട് പോകുമ്പോൾ മാധവൻ നായർ വേദനയോടുകൂടിയ പടി ഇറങ്ങുക കേട്ടോ. വിഷമമായിട്ട് ഹരീൻ്റെ അവസ്ഥ കണ്ടിട്ട് ഹരി വിചാരിക്കുക, ദൈവമേ ഞാൻ സ്വപ്നഗോപുരം കെട്ടിപ്പടുത്തത് ഒന്നൊന്നായിട്ട് തകർന്ന് അടിഞ്ഞു പോവുകയാണല്ലോ, ഞാനിതെങ്ങനെ താകും, എനിക്ക് പറ്റൂലല്ലോ എന്ന് വിചാരിച്ചോ നലുത്ത് വീഴാണ്, സങ്കടം മുട്ടിയിട്ട്. അങ്ങനെ വീട്ടിലിങ്ങനെ കലിപ്പിൽ മെതിയടിയോട് കൂടി കയറി വന്നിങ്ങനെ ഒച്ചപ്പാട്, മെതിയടി ഇട്ടിട്ട് നടക്കുമ്പോൾ ഒരു ഒച്ചയാണല്ലോ, അതേപോലെ അങ്ങോട്ട് ഡാഡി കയറി വന്ന് ഇവരാകാംക്ഷയിൽ കാത്തിരിക്കുക, ഡേറ്റ് ഉറപ്പിക്കുമോ എന്താ പറയാ, അതൊക്കെ സന്തോഷത്തിലിരിക്കുക അവിടെ. മഞ്ജുവും ചെറിയമ്മയും ജിഷുവും അവർക്കൊക്കെ എന്താ ചേച്ചിനെ പിന്നെ ഇവിടെ കിട്ടല്ലോ, ഹരിയറിൻ്റെ കൂടെ ആകുമ്പോൾ ഡാഡി കൊണ്ടുപോകില്ലല്ലോ, അങ്ങനെയുള്ള സന്തോഷമായിട്ടിരിക്കുക. അപ്പാടി ഡാഡി നേരെ പോയി അകത്ത് പോയി ഷേട്ടക്കോരിയിടണേ, ഒരു മുഖമൊക്കെ അങ്ങനെ ചൊക്കന്ന് വല്ലാതെ നിൽക്കണേ. ഡാഡീൻ്റെ അടുത്ത് പോയി ഒന്ന് ചോദിക്കുമല്ലോ ഭയങ്കര ഇതിന്. അപ്പോൾ ചെറിയച്ഛൻ്റെ അടുത്ത് പോയിട്ട് എന്താ ചെറിയച്ചായ്ക്കും പറയും, മോളെ നീ അവനെ മറന്നേക്ക്, ഉണ്ടായ കാര്യങ്ങൾ ചെറിയമ്മൻ്റെ അടുത്ത് അങ്ങോട്ട് പറയും, മോളെ നീ അവനെ മറന്നേക്ക്, നീ ഇനി അവനെ ഓർത്ത് വെച്ചിട്ട് കാര്യമില്ല. പിന്നെ ഉണ്ടായ വിവരം പറഞ്ഞപ്പോൾ അവരിങ്ങനെ നെട്ടിത്തെറിക്കുക. മഞ്ജുക്ക് അങ്ങനെ മമ്മീനെ കൊന്നത് ഹരീൻ്റെ ഡാഡി എന്നുള്ള ഇതിൽ ആണോ പറഞ്ഞത്. അപ്പോൾ മോളെ നീ ഇനി മറക്കല്ലാണ്ട് അവനെ മറക്കല്ലാണ്ട് ഒരു നിർവാഹവും ഇല്ല എന്നറിയും മാധവൻ നായർ. അപ്പോൾ ഇങ്ങനെ പൊട്ടി കണ്ടിട്ട് പറയും, ഇല്ല ഡാഡി ഹരി ഇല്ല ചെറിച്ച ഹരി ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല, അവൻ പാവാണ്, അവനെ മറക്കാൻ പറ്റൂല എന്നവൾ പൊട്ടി കരഞ്ഞിട്ട് പറയാം. ഡാഡി ഇതൊന്നും കേൾക്കില്ല, ഡാഡി അകത്താ. അവിടെ വെച്ച് ഞാൻ ഇന്ന് എൻ്റെ കഥ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി നാളെ കേട്ടോ 20 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഇന്നലെ തന്നെ 27 മിനിറ്റായി. അപ്പോൾ തന്നെ ലവ് യു. നല്ല നല്ല ഭാഗങ്ങളാണ് ഇനി കാണുക. നിങ്ങൾക്കും കഥൻ്റെ പോക്കൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഹരി ബർത്ത്ഡേൻ്റെ കാര്യം പറയുമ്പോൾ വേദനിച്ച് ഓടിയതൊക്കെ ഇതാണ്. അവൻ്റെ അന്നത്തെ പിറന്നാളിൽ അവൻ്റെ കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ടു. പിന്നെ അവന് നല്ല ജീവിതം കിട്ടി ഒരു അച്ഛൻ്റെയും അമ്മൻ്റെയും കൂടെ. അപ്പോൾ ഗുഡ് നൈറ്റ് പറയട്ടെ. അപ്പോൾ എൻ്റെ കുട്ടികൾക്കൊക്കെ സുഖനിദ്ര, ഗുഡ് നൈറ്റ്. ഇന്നലെ ഞാൻ ഗുഡ് നൈറ്റ് ഒന്നും പറഞ്ഞില്ല, കുറേ സമയം പോയിട്ടാ. ടാറ്റാ. നമ്മുടെ കഥ ഏകദേശമൊക്കെ കുറച്ചൊക്കെ ക്ലൈമാക്സിലെത്തി. എൻ്റെ എനിക്ക് ഇന്ന് കൊണ്ടു തന്നതാണിത്. ഓൻ്റെ ഓഫീസിൽ നിന്ന് കിട്ടിയ ഡയറിയാണ്. അമ്മ അടുത്ത കഥ എന്തായാലും എഴുതണമെന്ന് പറഞ്ഞത് അവിടെ കൊണ്ടേ വെച്ചിരിക്കുന്ന, ഒന്നും പറയണ്ട. ചേട്ടാ, അടുത്ത നല്ല അടിപൊളി ജീവിതാനുഭവങ്ങളോട് കൂടിയുള്ളൊരു കഥ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ചേട്ടാ ഒച്ചപ്പോ ഇതും എനിക്ക് കൊണ്ടു തന്നെ, ഞാൻ ഇവിടെ ഇരിക്കുക കഥ പറയാം. മേലെന്ന് കൊണ്ടു തന്ന ഇതും എന്താ കണ്ട പെന്ന്, ഇത് പോലെങ്കിൽ ഇതാ ഇത്, എങ്ങനെ 2 ഡയറിയാണ് കൊണ്ടു തന്നേടാ. എനിക്ക് വയ്യ. ഇത് നിന്റെ മോളെ ഡയറി കേട്ടോ, ചെക്ക മേലെ തലമാരി വെച്ചിട്ടുണ്ടെന്നോ. പിന്നെ ഓളൊന്നും എഴുതിയില്ല. ഇത് കൊണ്ടുവന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അമ്മ നമുക്കൊരു ഡയറി തരാം. ഡയറി കാണത്തിന് നോക്കി ഞാൻ ഈ ഡയറിയിൽ കുഞ്ഞു ഡയറിയിൽ കഥ എഴുതി തരുന്ന. ഇന്നാൾ വന്നപ്പം പറഞ്ഞു, അമ്മ അവിടെ നല്ല വലിയൊരു ഡയറി ഉണ്ട്, ഞാൻ അമ്മയ്ക്ക് കൊണ്ടുതരണം വിചാരിച്ചെന്ന്. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ എഴുതുകയാണെങ്കിൽ ഫസ്റ്റിൽ ഈ വായിക്കണമെന്ന്. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വായിക്കണം. എന്താ വെച്ചാൽ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഏട്ടൻ്റെ മോനാണ് വന്നിട്ട് വായിച്ചത്. ഞാനൊരു 6 പേജ് എഴുതി കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ അവൻ വരും, എൻ്റെ കഥ എവിടെയായിന്ന് വെച്ചിട്ട്. ചിലപ്പോൾ ഞാൻ എഴുതുന്ന സമയത്തൊക്കെ വരും, അപ്പം കൊടുത്തോളണം. ഞാൻ പറയില്ല, ഞാനിത് എഴുതട്ടെ, ഈ പോടാന്നൊക്കെ പറഞ്ഞില്ല, ഞാൻ സമ്മതിക്കൂല. എനിക്ക് വായിച്ചു കഴിഞ്ഞാലേ ഞാൻ എഴുതാൻ സമ്മതിക്കുന്നു പറയും. അങ്ങനെ ഫസ്റ്റ് വായിച്ചത് ഓനേട്ടാ. അപ്പം ഞാൻ പറഞ്ഞു, അതേമാതിരി ഈ വായിക്കണം, എന്നിട്ടേ ഞാൻ എഴുതുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവന് വായിക്കാൻ ഭയങ്കര മതി. അപ്പം അവൻ പറയും, അമ്മ ഞാൻ വായിക്കൂല, അമ്മ പറഞ്ഞു തന്നാൽ മതി. ഞാൻ പറഞ്ഞു, ഒന്നും പറ്റില്ല. അപ്പം എന്നോട് പറയാം, എന്നൊരു കാര്യം ചെയ്യുമ്പോൾ പൈജമാമനെ തന്നെ വിളിക്കാതെ. അവനാണ് അന്ന് കഥ വായിച്ചത്. അപ്പോൾ വലിയൊരു പണി തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അന്ന് എഴുതിയ അമ്മയ്ക്ക് ഇന്നും എഴുതാൻ പറ്റുന്ന അവൻ പറയണത്. എന്തായാലും വേണ്ടിയില്ല, എഴുതിക്കാളാണേ. ഹലോ ഗൈസ്, എൻ്റെ കുട്ടീനെ കണ്ടാ? എൻ്റെ കുട്ടിക്ക് സുഖമല്ലേ? എൻ്റെ കുട്ടിക്ക് ഇപ്പം ആക്കുന്നുണ്ട്. എന്നാലും ഒരു ക്ഷീണമൊന്നും ഇപ്പം അങ്ങനെ വെളിങ്ങനെ മാറിയില്ല. എൻ്റെ കൂടെ തന്നെയാണ്, എൻ്റെ കൂടെ എൻ്റെ കാക്കിൽ കിടത്തിയാണ്. അപ്പം ഞാൻ എടുത്തതാണ്. അപ്പോൾ ഒരു ടാറ്റ പറയും, ഹായ് പറയും. എൻ്റെ അമ്മേൻ്റെ കഥയൊക്കെ കേൾക്കണം. ഞങ്ങളെ ചാനലാണിത്. ഞങ്ങൾ തൊണ്ണുമണിയാണ്, നമ്മുടെ തൊണ്ണുമണിയാണ് ഇട്ടത്, നമ്മുടെ തൊത്തുമണിയാണ് ഇട്ടത്. എൻ്റെ തക്കരി കുട്ടിയാണ്.
ആയി തൊക്കണം. ഈ ചേച്ചിന്റെ അടുത്ത് ചീത്തായിട്ട് തന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ നേരം വൈകിട്ടുണ്ട് മോളെ അടുത്തുനിന്ന്. ഞാൻ പറഞ്ഞു ഇങ്ങനെ മോളെ ഇങ്ങനെ ഡെക്സിക്ക് വയ്യാണ്ട് അമ്മ കാര്യമൊക്കെ ചെയ്ത് തന്നപ്പോൾ നിങ്ങൾ എന്നെ ഡോക്ടർ ആവണ്ടെന്നൊക്കെ പറഞ്ഞു.